സ്വാഗതം. ഇത് നമ്മൾ ഈന്തപ്പഴം കൊണ്ട് അച്ചാറ്, ഈന്തപ്പഴം ബീറ്റ്റൂട്ടും കൊണ്ടിട്ട്. അതിന് വേണ്ട സാധനങ്ങൾ ഈന്തപ്പഴം, ഒരു പിടി ഈന്തപ്പഴം എടുത്തിട്ട് കുരുളഞ്ഞിട്ട്, ഒരു ബീറ്റ്റൂട്ട്, പിന്നെ ചെറുനാരങ്ങ നീര് വേണം, മുളക്, പച്ചമുളകാണ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, കടുക്, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി. അല്ല മുളകും പൊടി ഒന്നും നമ്മൾ ചേർക്കണില്ല, വിനാഗിരി അതൊന്നും ചേർക്കണില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരയ്ക്കണം, പേസ്റ്റ് ആക്കണം. ഇത് 1 മണിക്കൂർ ഇത് നന്നായി കഴുകിയിട്ട് 1 മണിക്കൂർ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഈ ഈന്തപ്പഴം. അതുപോലെ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. നമുക്ക് ഈ ഈന്തപ്പഴം ഒന്ന് മിക്സിയിലിട്ട് അടിക്കണം. ഇത് കണ്ട നന്നായി ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ നല്ല സോഫ്റ്റായി ഇതാവുന്നത്. അപ്പോൾ നമ്മളിത് ബ്ലെൻഡറിലാണ് ഇടുന്നത്. അതിട്ടിട്ട് ഒന്നടിച്ചിട്ട് കൊണ്ടുവരാം. ഈന്തപ്പഴം മിക്ക ബ്ലെൻഡറിലിട്ടിട്ടാണ് കണ്ട പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കടുക് പൊട്ടിക്കണം. വെളിച്ചെണ്ണയാണ്, എണ്ണ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇത് കടുക് ഇട്ടു. അപ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇല, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് ചെറുതായി ഒന്ന് വാടണം. ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇലയൊക്കെ മൂത്ത് തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീറ്റ്റൂട്ട് കിട്ടും. ബീറ്റ്റൂട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാടണം. ബീറ്റ്റൂട്ടൊന്ന് വാടി. അത് കഴിയുമ്പോൾ നമ്മൾ ഈന്തപ്പഴം അരച്ച് കൊടുക്കുന്നത് ഇതിലിടും. ഈന്തപ്പഴം അരച്ചത് ഇതിലിടണം. കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിക്കേണ്ടത്. നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് തിളയ്ക്കുമ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പുളിക്ക് നമ്മൾ വിനാഗിരി അല്ല ചേർക്കുന്നത്, ചെറുനാരങ്ങ നീരാണ്. കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് വെക്കും. നാണിച്ചിങ്ങനെ കുറച്ചുകൂടി ഒഴിക്കും. പിന്നെ അതിലേക്ക് ഉലുവപ്പൊടി ഇടണം. ഇത് നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് കേട്ടോ, വീട്ടിൽ വറുത്ത് വെച്ചതാണ്, വാങ്ങിച്ചതൊന്നല്ല. ഉലുവപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായി തിളച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച്. അപ്പോൾ ശരിക്കും അച്ചാറ് വേവായിട്ടിരിക്കുന്നത്. അച്ചാറാണ് പുളിക്ക് ചെറുനാരങ്ങ വിനാഗിരി അതൊന്നുമില്ല. പിന്നെ കളറൊന്നും ചേർത്തിട്ടില്ല, കളറെന്ന് വെച്ചാൽ മുളകൊന്നും ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കുന്നില്ല കേട്ടോ, 2 ദിവസം ഒന്നും ഇരിക്കുന്നില്ല. നമ്മൾ അന്ന് തന്നെ കഴിക്കണം. വേറെ ഒന്ന് വിനാഗിരി അതിനൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ അച്ചാർ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാൻ വരുന്നിട്ട് മുന്നേ എല്ലാം തയ്യാറാക്കി വെച്ച്. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നു. ടേസ്റ്റ് ഇല്ല, അതൊക്കെ പാകത്തിനാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് പരീക്ഷിക്കണം. സബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.